ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കേരളത്തിന്റെ കാക്കിക്കൂട്ടത്തിന് അഭിനന്ദന പ്രവാഹം. രാജ്യത്തിനു തന്നെ മാതൃകയായ ഒരു പോലീസ് സേന കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾക്ക് മുതൽക്കൂട്ടാവുകയാണ്. സംസ്ഥാനത്തുടനീളമുള്ള പോലീസ് സേനാംഗങ്ങൾ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും യാത്രയാവുന്നു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. PU ചിത്രയ്ക്ക് അവസരം നഷ്ടപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി വിധി പോലും അംഗീകരിക്കില്ലെന്ന ഫെഡറേഷന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും മുഖ്യമന്ത്രി. CPM-നകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ചേരിതിരിവുമാണ് കേരളത്തിൽ BJP-ക്കെതിരായുള്ള അക്രമങ്ങൾക്ക് കാരണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. എല്ലാ അർത്ഥത്തിലും രാജ്യത്തിന് മാതൃകയായ സേനയാണ് കേരള പോലീസ് എന്ന് നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. PU ചിത്രയ്ക്ക് അവസരം നഷ്ടപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹൈക്കോടതി വിധി പോലും അംഗീകരിക്കില്ലെന്ന ഫെഡറേഷന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ ഫെഡറേഷൻ സ്വീകരിച്ച നിലപാട് തിരുത്തിക്കുന്നതിന് ബന്ധപ്പെട്ട മന്ത്രി ഇടപെടേണ്ടതായിട്ടുണ്ട്. ബഹുമാനായ ഗോയലാണ് സ്പോർട്സ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണം. ഈ നിലപാട് തിരുത്തണം. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുന്നതിനുള്ള ഇടപെടലാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടാകേണ്ടത്. സംസ്ഥാന സർക്കാരിനു വേണ്ടി ഇത്തരമൊരു അഭ്യർത്ഥനയാണ് കേന്ദ്ര ഗവൺമെന്റിനോടും നാഷണൽ ഫെഡറേഷനോടും നടത്താനുള്ളത്. CPM-നകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ചേരിതിരിവുമാണ് കേരളത്തിൽ BJP-ക്കെതിരായുള്ള അക്രമങ്ങൾക്ക് കാരണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. BJP-CPM അക്രമത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരിയെ സ്ഥാനമൊഴിപ്പിക്കാൻ അഖിലേന്ത്യാ നേതൃത്വം ഇടപെടണമെന്നും കൃഷ്ണദാസ്. അതായത് CPM-നകത്തുള്ള അതിശക്തമായ വിഭാഗീയതയും ചേരിതിരിവും ആഭ്യന്തര പ്രശ്നങ്ങളുമാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന അക്രമങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം. മുഖ്യമന്ത്രിയെ സ്വസ്ഥമായി ഒരു കാരണവശാലും ഭരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എടുത്തിട്ടുള്ളത്. അഖിലേന്ത്യാ നേതൃത്വം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ സംഘടനാപരമായ നടപടിയെടുക്കാനാണ് തയ്യാറാകേണ്ടത്. CPM-ഉം സാന്റിയാഗോ മാർട്ടിനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവായാണ് മിസോറാം ലോട്ടറി വീണ്ടും കേരളത്തിൽ ഇറങ്ങിയതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സാന്റിയാഗോ മാർട്ടിനും CPM-ന്റെ സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ലോട്ടറി കേരളത്തിൽ വിൽക്കാനുള്ള തീരുമാനത്തിന്റെ പിന്നിൽ സാന്റിയാഗോ മാർട്ടിനും CPM-ന്റെ ഒരു വിഭാഗം നേതാക്കന്മാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് എന്ന് BJP ആരോപിക്കുന്നു. ജനാധിപത്യം സംരക്ഷിക്കാൻ ദളിത് വേട്ടയ്ക്കെതിരെ പാർലമെന്റിൽ ധീരമായി പോരാടിയ MK രാഘവൻ MP-ക്ക് സ്വീകരണം നൽകി. ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ ചടങ്ങ് എഴുത്തുകാരൻ ഡോക്ടർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യം സംരക്ഷിക്കാൻ ദളിത് വേട്ടയ്ക്കെതിരെ പാർലമെന്റിൽ ധീരമായി പോരാടുകയും കേന്ദ്ര നടപടികളിൽ ശക്തമായ നിലപാടുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന കോഴിക്കോടിന്റെ നേതാവ് MK രാഘവൻ MP-ക്ക് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. DCC ഹാളിൽ നടന്ന സ്വീകരണ ചടങ്ങ് MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനാവശ്യമുള്ള ഒരു സാധനം വിവരമാണ്, വേറെ ഒന്ന് വിചാരമാണ്. ഈ രണ്ടു വഴിക്ക് വിവേകത്തിലേക്ക് പോകുന്ന ഒന്നാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിപ്പോ തുടക്കത്തിലും ഒടുക്കത്തിലും ഒക്കെ വികാരം മാത്രമാണ്.
ജാതി, മതം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോ എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ള ഒരു കാര്യം, ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതിന് ഞാൻ എതിരാണ്. ഞാൻ കോൺഗ്രസിന്റെ വിമർശകനായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഇവിടെ ഉണ്ടായില്ലെങ്കിൽ പല തരത്തിലുള്ള കഷ്ടപ്പാട് നിങ്ങളെക്കാളധികം ഞങ്ങൾക്ക് വരും എന്നാണ് ഇപ്പോ അനുഭവം കൊണ്ട് മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങൾ വേറെ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ പാർട്ടി ഒന്ന് നേരെ കൊണ്ടു നടക്കണം എന്നാണ് ഒരു കോൺഗ്രസിന്റെ ഒരു വിമർശകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. കാരണം ഞങ്ങൾക്ക് വേറെ രക്ഷയില്ല. DCC പ്രസിഡന്റ് T. സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. ദിനേശ് പെരുമണ്ണ, KM അഭിജിത്ത്, MC മോയിൻ ഹാജി, V. കുഞ്ഞാലി, MT പത്മ, CJ റോബിൻ, മൊയ്തീൻ മാസ്റ്റർ, ഉഷാദേവി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ അർത്ഥത്തിലും രാജ്യത്തിന് മാതൃകയായ സേനയാണ് കേരള പോലീസ് എന്ന് നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നുവരുന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി. കേരളത്തിലെ പോലീസ് സേനയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും ഇനി നടപ്പിലാക്കേണ്ടതായ കൂടുതൽ ജനകീയവും കാര്യക്ഷമവുമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുമൊക്കെയായി സമ്മേളനം അതിവിപുലമായി നടന്നു. കേരളത്തിൽ നിന്നുള്ള ഭൂരിഭാഗം പോലീസ് സേനാംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു. ആശീർവാദ് ഓഡിറ്റോറിയത്തിൽ രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ അർത്ഥത്തിലും രാജ്യത്തിന് മാതൃകയായ സേനയാണ് കേരള പോലീസ് എന്ന് സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാസമ്പന്നരുടെ ഒരു സമൂഹമുള്ള മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന കുറ്റാന്വേഷണത്തിൽ രാജ്യത്തെ മറ്റേതു ഏജൻസിയെയും കീഴ്പ്പെടുത്താൻ ശേഷിയുള്ള കൗശലവും പ്രതിഭയുമുള്ള പ്രലോഭനങ്ങൾക്ക് അപ്പുറത്തു നിന്ന് സ്വന്തം ചുമതലകൾ നിർവഹിക്കാൻ ദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈന്യമാണ് കേരളത്തിലെ പോലീസ് സേന. ഓർമ്മിച്ചുകൊണ്ട് വേണം നമുക്ക് കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ഏത് ചർച്ചയും ആരംഭിക്കാൻ എന്നാണ് ഞാൻ കരുതുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. KPOA സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് DK പൃഥ്വിരാജ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന നിർവാഹക സമിതി അംഗം VK പൗലോസ് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി R. പ്രശാന്ത്, തിരുവമ്പാടി MLA ജോർജ് M. തോമസ്, DIG ഷെഫീൻ അഹമ്മദ്, AIG രാഹുൽ R. നായർ, ജനറൽ സെക്രട്ടറിമാരായ PG അനിൽകുമാർ, CR ബൈജു, ട്രഷറർ KS ഔസേബ്, R. മനോജ് കുമാർ, PP മഹേഷ്, P. പ്രമോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വൽക്കരണത്തിനെതിരെ പ്രതിഷേധമുയർത്തി ദേശീയ അധ്യാപക പരിഷത്ത് NTU DDE ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. RSS സംസ്ഥാന കാര്യവാഹ് ഗോപാലൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ പ്രതിഷേധമുയർത്തിയാണ് ദേശീയ അധ്യാപക പരിഷത്ത് NTU DDE ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. RSS സംസ്ഥാന കാര്യവാഹ് ഗോപാലൻകുട്ടി മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വൽക്കരണം നാടിനെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. NTU ജില്ലാ പ്രസിഡന്റ് PK പ്രമോദ് കുമാർ അധ്യക്ഷനായിരുന്നു. NGO സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദേവാനന്ദൻ, അധ്യാപക സെൽ സംസ്ഥാന കൺവീനർ T. അനൂപ് കുമാർ, M. സുനിൽകുമാർ, AK വിജയൻ മാസ്റ്റർ, പ്രദീപൻ, ഷാജി എന്നിവർ സംബന്ധിച്ചു. നമ്മുടെ ഈ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ 56 വയസ്സിലെ പിരിയണമെന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരള NGO സംഘം, അതേപോലെ തന്നെ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ ഒക്കെ ഉൾപ്പെടെയുള്ള സംഘടനകൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അത് 60 വയസ്സാക്കണമെന്നുള്ള ആ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് പ്രക്ഷോഭ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. വാർത്തകളിൽ ഒരു ഇടവേള. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. അതെ, നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ. ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം. പേടിക്കണ്ട, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല, ഫുൾ ഫാമിലിക്കും ഉണ്ട്. ഒന്നല്ല 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി. പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്.
ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. മർമ്മസൂത്രം ആയുർവേദ സിദ്ധ മർമ്മ വൈദ്യശാല. രോഗശമനത്തിനൊപ്പം ആരോഗ്യവും ആത്മവിശ്വാസവും. വെറും ലക്ഷണങ്ങൾ നോക്കിയല്ല, ശരീരമാസകലം വേദനയുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അസഹ്യനമായ പഴക്കം ചെന്ന വിട്ടുമാറാത്ത ശരീര സന്ധിവേദനകൾക്ക് ശാശ്വത പരിഹാരം. കഴുത്ത്, നട്ടെല്ല്, ഇടുപ്പ്, കൈകാൽ മുട്ടുകളിലെ വേദന, വീക്കം, എല്ല് തേയ്മാനം, മസ്തിഷ്കാഘാതം മൂലം വരുന്ന തളർച്ച, ബലക്ഷയം, നാടിഞരമ്പ് കൊടുങ്ങൽ, മൈഗ്രെയിൻ, കലശലായ തലവേദന, നിരന്തരമുള്ള വയറുവേദന, ക്യാൻസർ മൂലമുള്ള വേദന എന്നിവയ്ക്ക് കേരളത്തിലെ ആദ്യത്തെ പെയിൻ റിലീഫ് ക്ലിനിക് മർമ്മസൂത്രം. മർമ്മമറിഞ്ഞ ചികിത്സ. പുതിയ നിരത്ത്, എലത്തൂർ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി വിളിക്കൂ 04952460 or 9895151601. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്. സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം. +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം, കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. വാർത്തകൾ തുടരുന്നു. BSNL ലാൻഡ്ലൈൻ മേഖലയിൽ പുതിയ ആനുകൂല്യങ്ങൾ നടപ്പിൽ വരുന്നുവെന്ന് ITS ജനറൽ മാനേജർ വി ശങ്കർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആനുകൂല്യത്തിന്റെ ഭാഗമായി പുതിയ BSNL കണക്ഷനുകൾക്ക് ഇൻസ്റ്റലേഷൻ ചാർജ് 1 വർഷത്തേക്ക് പൂർണ്ണമായും ഒഴിവാക്കിയതായും അറിയിച്ചു. മോഡത്തിന്റെ തുക തിരിച്ചു നൽകൽ, ഉപഭോക്താവിന് അവരുടെ താൽപര്യപ്രകാരം ഒരു ലാൻഡ്ലൈൻ ഇൻഡിക്കേറ്റർ, പുതിയ BSNL കണക്ഷനുകൾക്കുള്ള ഇൻസ്റ്റലേഷൻ ചാർജ് 1 വർഷത്തേക്ക് ഒഴിവാക്കുകയും തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തി BSNL ലാൻഡ്ലൈൻ മേഖല. പുതിയ ബ്രോഡ്ബാൻഡ് പ്ലാനുകൾ കൂടുതൽ ആകർഷകമാക്കുകയും ഫൈബർ ഓപ്റ്റിക് കേബിൾ വഴി വേഗതയുള്ള ഇന്റർനെറ്റ് കണക്ഷനുകൾ, പുതിയ മൊബൈൽ കണക്ഷനുകൾക്ക് 3-in-1 സിം ഫ്രീ തുടങ്ങിയ അത്യാകർഷക ഓഫറുകൾ BSNL ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നുവെന്ന് സാരഥികൾ കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിലവിലുള്ള ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളും 675 രൂപയുടെ അധിക 675 രൂപയുടെ കൂടുതൽ ഉള്ള പ്ലാൻ ആണെങ്കിൽ അവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഇത് 18 ജൂലൈ മുതൽ 6 മാസത്തേക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറായ സംസ്ഥാനത്തെ ആദ്യ നഗരം എന്ന പദവി ഇനി കോഴിക്കോടിന്. നഗരത്തിന്റെ അർബൻ ഏരിയ പ്ലാൻ 2035ന്റെ പ്രകാശനം മന്ത്രി KT ജലീൽ നിർവഹിച്ചു. നഗരത്തിന്റെ അർബൻ ഏരിയ മാസ്റ്റർ പ്ലാൻ 2035 മന്ത്രി KT ജലീൽ പ്രകാശനം ചെയ്തു. ഇതോടെ പുതിയ സർക്കാരിന് കീഴിൽ സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറായ സംസ്ഥാനത്തെ ആദ്യ നഗരമായി കോഴിക്കോട് മാറി. കെട്ടിട നിർമ്മാണ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്ന ഇന്റലിജന്റ് സോഫ്റ്റ്വെയറിന്റെ ട്രയൽ റണ്ണും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ പദ്ധതിയും കോഴിക്കോട് നഗരസഭയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ, ഫാറൂഖ്, രാമനാട്ടുകര മുനിസിപ്പാലിറ്റികൾ, ഒളവണ്ണ, കടലുണ്ടി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. 2035 വരെ ഈ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാവും നഗരവികസനവും നിർമ്മാണ പ്ലാനുകൾക്കും അനുവാദം നൽകുക. കോഴിക്കോടിനെ തെരഞ്ഞെടുക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. പലപ്പോഴും മാസ്റ്റർ പ്ലാൻ തട്ടി നിന്നു പോകുന്നത് രാഷ്ട്രീയമായിട്ടുള്ള വൈരാഗ്യത്തിലും കുടിപ്പകയിലുമാണ്. അത് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ കോഴിക്കോടിന്റെ പുരോഗതിയിൽ കോഴിക്കോട്ടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നല്ല സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതിന്റെ കൂടി വെളിച്ചത്തിലാണ് കോഴിക്കോടിനെ തെരഞ്ഞെടുക്കുന്നത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ടൗൺ പ്ലാനർ KV അബ്ദുൾ മാലിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. MLA-മാരായ AK ശശീന്ദ്രൻ, PT റഹീം, കളക്ടർ UV ജോസ് IAS, രാമനാട്ടുകര നഗരസഭാ അധ്യക്ഷൻ വാഴിയിൽ ബാലകൃഷ്ണൻ,
ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമണി, കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് CK അജയ്കുമാർ, നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻമാരായ KV ബാബുരാജ്, M രാധാകൃഷ്ണൻ, നഗരാസൂത്രണ സമിതി ചെയർമാൻ MC അനിൽകുമാർ, കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി KP വിനയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സംഘപരിവാർ രാജ്യത്തെ സമഗ്രാധിപത്യത്തിലേക്ക് നയിക്കുന്ന ഇക്കാലത്ത് മതേതര പാർട്ടികൾ സംഘപരിവാറിന് കീഴടങ്ങരുതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നടന്ന ജനമുന്നേറ്റ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശുവിന്റെ പേരിൽ സംഘപരിവാർ മുസ്ലിം ദളിത് കൊലകൾ നടത്തുകയാണെന്നാരോപിച്ച് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ജനമുന്നേറ്റ റാലി നടത്തി. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം റാലി ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ രാജ്യത്തെ സമഗ്രാധിപത്യത്തിലേക്ക് നയിക്കുന്ന ഇക്കാലത്ത് മതേതര പാർട്ടികൾ സംഘപരിവാറിന് കീഴടങ്ങരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിലുള്ള പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ നിസ്സംഗത രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും രാജ്യസുരക്ഷയ്ക്കും അപകടകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അസ്ലം ചെറുവാടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ശ്രീജ നെയ്യാറ്റിൻകര, ഗിരീഷ് കാവാട്ട്, റസാഖ് പാലേരി, PC ഭാസ്കരൻ, AP വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്റർ കുതിരവട്ടവും ദേവഗിരി കോളേജിലെ MSW വിദ്യാർത്ഥികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഉണർത്ത് എന്ന പേരിൽ തെരുവു നാടകം സംഘടിപ്പിച്ചു. മാനസികാരോഗ്യ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ഒരു വർഷമായി വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരുന്നു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ ഹെൽത്ത് സെന്റർ കുതിരവട്ടവും ദേവഗിരി കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ MSW വിദ്യാർത്ഥികളും സംയുക്തമായി നടത്തിയ മാനസികാരോഗ്യ ബോധവൽക്കരണം തെരുവു നാടകം ഉണർത്ത്. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടനം മാർച്ചിൽ സബ് ജഡ്ജ് RL ബൈജു നിർവഹിച്ചതാണ്. തുടർന്ന് നടക്കുന്ന 5ാമത്തെ തെരുവു നാടകമാണിത്. മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും ടെൻഷൻ കുറയ്ക്കാനും ശരിയായ ചികിത്സയുടെ പ്രാധാന്യം അറിയിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തെരുവു നാടകങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. കോർപ്പറേഷൻ പദ്ധതിയിൽ നവീകരിച്ച ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനവും സോഷ്യൽ സയൻസ് ലാബിന്റെയും ഉദ്ഘാടനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ M രാധാകൃഷ്ണൻ നിർവഹിച്ചു. കൂട്ടിന്റെ ഉദ്ഘാടനം തിരക്കഥാകൃത്ത് അനിൽ തിരുവോത്ത് നിർവഹിച്ചു. കോർപ്പറേഷൻ പദ്ധതിയിൽ നവീകരിച്ച ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനവും സോഷ്യൽ സയൻസ് ലാബും കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ M രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പൊതുസമൂഹത്തിന്റെ വലിയ തോതിലുള്ള ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മണ്ഡലം മെച്ചപ്പെട്ടത് കേവലം സർക്കാരുകളുടെ ഇടപെടലുകൾ കൊണ്ട് മാത്രമല്ല, അത് രാഷ്ട്രീയത്തിനും സാമൂഹ്യ മണ്ഡലത്തിനും എല്ലാം ഉപരിയായി അത് പൊതുസമൂഹത്തിന്റെ എല്ലാ മണ്ഡലത്തിലുമുള്ള ആളുകളുടെ ഒരു ഐക്യപ്പെടൽ അതിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പ്രാദേശിക ഗവൺമെന്റുകളുടെയും സഹായങ്ങൾ വിദ്യാലയങ്ങളുടെ വികസനത്തിന് അത്യാവശ്യമാണ്. PTA പ്രസിഡന്റ് രാജീവൻ മടായി അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി HM V അബ്ബാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അധ്യാപക രക്ഷകർത്ത കൂട്ടായ്മയിൽ രൂപീകരിച്ച കൂട്ടിന്റെ ഉദ്ഘാടനം തിരക്കഥാകൃത്ത് അനിൽ തിരുവോത്ത് നിർവഹിച്ചു. കൂട്ടാണ് ജനാധിപത്യം എന്ന് ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയും. കൌൺസിലർ നെല്ലിക്കോട്ട് സതീഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. കൂട്ട് പ്രസിഡന്റ് NV മുഹമ്മദ് ഷിയാസ് കാഴ്ചപ്പാട് വിശദീകരിച്ചു. കൌൺസിലർമാരായ പേരോത്ത് പ്രകാശൻ, T അനിൽകുമാർ, M ഗിരിജ, SPG ചെയർമാൻ TK അബ്ദുൽ ഗഫൂർ, പ്രിൻസിപ്പൽ PJ ലൂസി, കരുവള്ളി ശശി, KV മുസ്തഫ, VP ജയശ്രീ, PP രാജേഷ്, P രജിതകുമാരി, മുരളി ബേപ്പൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers,
മർമ്മസൂത്രം ആയുർവേദ സിദ്ധ മർമ്മ വൈദ്യശാല രോഗശമനത്തിനൊപ്പം ആരോഗ്യവും ആത്മവിശ്വാസവും. വെറും ലക്ഷണങ്ങൾ നോക്കിയല്ല, ശരീരമാസകലം വേദനയുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അസഹ്യനമായ പഴക്കം ചെന്ന വിട്ടുമാറാത്ത ശരീര സന്ധിവേദനകൾക്ക് ശാശ്വത പരിഹാരം. കഴുത്ത്, നട്ടെല്ല്, ഇടുപ്പ്, കൈകാൽ മുട്ടുകളിലെ വേദന, വീക്കം, എല്ല് തേയ്മാനം, മസ്തിഷ്കാഘാതം മൂലം വരുന്ന തളർച്ച, ബലക്ഷയം, നാഡിഞരമ്പ് കൊടുങ്ങൽ, മൈഗ്രെയിൻ, കലശലായ തലവേദന, നിരന്തരമുള്ള വയറുവേദന, ക്യാൻസർ മൂലമുള്ള വേദന എന്നിവയ്ക്ക് കേരളത്തിലെ ആദ്യത്തെ പെയിൻ റിലീഫ് ക്ലിനിക് മർമ്മസൂത്രം. മർമ്മമറിഞ്ഞ ചികിത്സ. പുതിയ നിരത്ത്, എലത്തൂർ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി വിളിക്കൂ 04952460 or 9895151601. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് and we all liked it. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. We already have a plan. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. എഴുത്തുകാരൻ KP രാമനുണ്ണിക്കെതിരായ വർഗീയവാദികളുടെ ആക്രമണ ഭീഷണിക്കെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി മാനാഞ്ചിറ മൈതാനത്ത് യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ MLA കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ KP രാമനുണ്ണിക്കെതിരായ വർഗീയവാദികളുടെ ആക്രമണ ഭീഷണിക്കെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനാഞ്ചിറ മൈതാനത്ത് യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കാൻ പോകുന്നത് രാമനുണ്ണിയെ പോലെ ഒരു സാഹിത്യകാരന്, ഒരു സാംസ്കാരിക പ്രവർത്തകന് ഈ കേരളത്തിന്റെ മണ്ണിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അക്രമം നേരിടണമെങ്കിൽ അത് അവസാനത്തെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ കൂടി ഇല്ലാതായാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കാനാണ് ഇത്തരം ഒരു കൂട്ടായ്മ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് SK സജീഷ് അധ്യക്ഷത വഹിച്ചു. KEN കുഞ്ഞഹമ്മദ്, KP രാമനുണ്ണി, ജില്ലാ സെക്രട്ടറി P നിഖിൽ, ജില്ലാ ട്രഷറർ V വസീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതഭീകര വിരുദ്ധ ദിനാചരണവും ചേകന്നൂർ മൗലവി അനുസ്മരണവും നടന്നു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി മതപണ്ഡിതൻ മുതൂർ അബൂബക്കർ മൗലവി ഉദ്ഘാടനം ചെയ്തു. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതഭീകര വിരുദ്ധ ദിനാചരണവും ചേകന്നൂർ മൗലവി അനുസ്മരണവും കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. മതപണ്ഡിതൻ മുതൂർ അബൂബക്കർ മൗലവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെയ്ദലവി അൻസാരി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ MN കാരശ്ശേരി, ജലീൽ പുറ്റേക്കാട്ട്, AP അഹമ്മദ്, അബ്ദുസല ബാഗവി, സിദ്ദിഖ്, നവാസ് മൂവാറ്റുപുഴ, KK സാലിം ഹാജി, MS റഷീദ്, ബഷീർ താനാളൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. അതിന്റെ ഖുർആനിന്റെ ബേസ് എന്ന് പറയുന്നത് ലിസാനുൽ അറബാണ്. ലിസാനുൽ അറബാണ് ഖുർആനിന്റെ ഭാഷ, ലുഗത്തുൽ അറബ് അല്ല. ഇതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതാണ്. ഖുർആൻ ബിലിസാനിൻ അറബിയിൻ മുബീൻ ആണ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ ഭാഷയാണ്. മരവ്യവസായ മേഖലയിൽ GST ഏർപ്പെടുത്തിയത് സംബന്ധിച്ച് സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് അഡ്വക്കേറ്റ് MK പ്രേമനാഥ്. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 12% അത് പ്രകാരം ഒരു കച്ചവടക്കാരൻ വാങ്ങിയാൽ അന്ന് ചെറിയടക്കാരനാണെങ്കിൽ അതിന് നികുതി കൊടുക്കാണ്ട് വാങ്ങാം. അവ വിൽക്കുമ്പോൾ നികുതി പിരിക്കാതെ വിൽക്കാം. ഇത് കാരണം ചെറുകിട കച്ചവടക്കാരനും ഇത് ഉപഭോക്താക്കൾക്കും ഗുണകരമായിരുന്നു. എന്നാൽ മറ്റ് കച്ചവടക്കാരിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അവർ വാങ്ങുന്ന സാധനത്തിന് 12% നികുതി കൊടുത്തു വാങ്ങുകയും അവ വിൽക്കുമ്പോൾ 12% നികുതി തിരിച്ചുകൊണ്ട് വേണം വിൽക്കാൻ. അത് സാധനത്തിൻ്റെ വില കൂടുക. ഈ കാര്യം പെട്ടെന്ന് ഉപഭോക്താക്കൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല.
മരവ്യവസായ മേഖലയിൽ GST ഏർപ്പെടുത്തിയത് സംബന്ധിച്ച് സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് അഡ്വക്കേറ്റ് MK പ്രേമനാഥ്, മരവ്യാപാരി അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി PV ലക്ഷ്മണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഓരോ വിൽപ്പന ഘട്ടത്തിലും മരക്കച്ചവടക്കാരും GST പിരിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതുമൂലം നികുതിയുടെ പേരിൽ ഉണ്ടാകുന്ന വർധന ഉപഭോക്താക്കൾക്കും അനുഭവിക്കേണ്ടി വരും. ഈ അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാവണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വെസ്റ്റ് ബേപ്പൂർ GLP സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി. കുട്ടികൾ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെയായി നടത്തിയ തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അധ്യാപകൻ ജയൻ മലയിലാണ് തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത്. ബേപ്പൂർ വെസ്റ്റ് GLP സ്കൂളിൽ കുട്ടികളിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. സാധാരണ പൊതു തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. കുട്ടികൾ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരും പോലീസുകാരുമൊക്കെയായി അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. പ്രിസൈഡിംഗ് ഓഫീസറായി സ്വാതിയും പോളിംഗ് ഓഫീസർമാരായി സൽമാൻ ഫാരിസ്, ഫാത്തിമത്ത് നൌഫിയ, മുഹമ്മദ് മെഹറൂബ് എന്നിവരും മുഹമ്മദ് റാസിഖ്, ഇൻഫാൻ, ഫാത്തിമ ഫിഷ, നാജിയ ഫാത്തിമ എന്നിവർ പോലീസ് ഉദ്യോഗസ്ഥരായും നിന്നുകൊണ്ടാണ് വോട്ടെടുപ്പ് നടത്തിയത്. അച്ചടിച്ച ബാലറ്റ് പേപ്പറിൽ അടയാളപ്പെടുത്താനുള്ള മഷി, ബാലറ്റ് പെട്ടി, വോട്ടർ പട്ടിക മുതലായവ കുട്ടികൾ തന്നെയാണ് സംഘടിപ്പിച്ചത്. അധ്യാപകനായ ജയൻ മലയിൽ നേതൃത്വം കൊടുത്തു. നീത പ്രഭ, സൗമ്യ PV, ഷാമിലി, ഗീതു PM, ജെറി പനക്കൽ, സൂര്യ KP, ബുഷ്ര P എന്നീ ടീച്ചർമാർ വോട്ടെടുപ്പ് നിയന്ത്രിക്കുകയും ചെയ്തു. ഹെഡ്മാസ്റ്റർ TM ശശിധരൻ ഏകോപനവും നടത്തി. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. BJP ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മാനാഞ്ചിറയിൽ സമാപിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയം അതിക്രമിച്ചു തകർത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ കുമ്മനം രാജശേഖരനെ വകവരുത്തുവാൻ വേണ്ടി ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ഗുണ്ടായിസത്തിനും മാനവ്യത്തരത്തിനുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് BJP കോഴിക്കോട് ജില്ല. പ്രിയമുള്ളവരെ, കണ്ണൂരിന്റെ രാഷ്ട്രീയം, കൊല്ലക്കത്തിയുടെ രാഷ്ട്രീയം, ഗുണ്ടായിസത്തിന്റെ രാഷ്ട്രീയം കേരളമാകെ ഗൂഢാലോചന തിരിച്ചറിയുക. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയം അതിക്രമിച്ചു തകർത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ കുമ്മനം രാജശേഖരനെ വകവരുത്തുവാൻ വേണ്ടി ശ്രമിച്ച വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PU ചിത്രയ്ക്ക് അവസരം നഷ്ടപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി വിധി പോലും അംഗീകരിക്കില്ലെന്ന ഫെഡറേഷന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും മുഖ്യമന്ത്രി. CPM-നകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ചേരിതിരിവുമാണ് കേരളത്തിൽ BJP-ക്കെതിരായുള്ള അക്രമങ്ങൾക്ക് കാരണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. എല്ലാ അർത്ഥത്തിലും രാജ്യത്തിന് മാതൃകയായ സേനയാണ് കേരള പോലീസ് എന്ന് നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.